സ്തുതികൾ മേൽ അധിവസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാനൊരു ബന്ധനത്തിലാണ്. ബന്ധനത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഒരു സ്നേഹബന്ധനത്തിൽ. അതങ്ങനെ പറയുന്നതിൽ എനിക്കിഷ്ടമുണ്ട്. കാരണം ഒരു ദൈവവചനം കണ്ണിൽ കയറി വെളിപ്പെട്ടാൽ അതിനകത്തു നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം ആലോചനകളുടെ പ്രവാഹമൊരുക്കി കർത്താവ് അതിനകത്ത് ജീവിതത്തെ ശരിക്കും പണിത് അനുഗ്രഹിക്കുന്ന ശക്തമായ ഒരു സാഹചര്യം എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോഴാണേലും നമ്മൾ ആഹാരം ഒഴിവാക്കിയിരിക്കുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് ബൈബിളിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമാണ് ഞാൻ ഫുഡായിട്ട് എടുത്തുകൊണ്ട് കയറാറുള്ളത്. അപ്പം ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി തന്നെ ഒരു ബൈബിൾ അങ്ങ് മേടിക്കും. കാരണം എനിക്ക് എഴുതാനും വരയ്ക്കാനും നോട്ട് ചെയ്യാനും ഒക്കെ ഒരു ബൈബിൾ എടുക്കണം. അത് ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഒരു സെഗ്മെൻറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് മുഷിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ പുതിയ ബൈബിൾ ഓരോ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കാണ് റീഡ് ചെയ്യുന്നത്, ആ ബുക്ക് തന്നെ വായിക്കും, ആ പുസ്തകം തന്നെ, ബൈബിളിലെ ആ തിരുവെഴുത്ത് തന്നെ വായിക്കും. അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴൊക്കെ ആഹാരം കഴിക്കുമോ ആ സമയമെല്ലാം കണക്കാക്കി ദൈവവചനമാണ് കൂടുതലും വായിക്കാറുള്ളത്. അത് കഴിയുമ്പോൾ അത് ഭയങ്കര ഒരു അനുഗ്രഹമായി ജീവിതത്തിൽ തീരാറുണ്ട്. ഇന്ന് പകല് സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ്. ഈ ദിവസങ്ങളിലെ പ്രവചന ദൂതുകളിൽ ഞാൻ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എനിക്കൊരു വലിയ സങ്കടമുണ്ട്. കാരണം എന്നും പാസ്റ്റർ ഇത് തന്നെയാണ്, പ്രസംഗം പലതാണെങ്കിലും പാഠഭാഗം ഒന്നായതുകൊണ്ട് കേൾക്കുന്നവർക്ക് അതിനെക്കുറിച്ച് എങ്ങനെ വിലയിരുത്താൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. എന്നായാലും നമുക്കിന്ന് പകൽ ആ ഒരു വിഷയം ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥനയോടെ തിരഞ്ഞെടുക്കാം. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവിൽ വന്ദനം പറയട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ പല കുടുംബങ്ങളും പുതുതായി വരുന്നുണ്ട്. നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാനും കർത്താവിൽ നിങ്ങളെ വളർത്താനും സഭയിലൊരു പുതിയ സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസ് നിങ്ങൾ ബാക്കിൽ തന്നിട്ടേ പോകാവുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ കർത്താവ് കൊണ്ട് തരുമ്പോൾ നിത്യതയോളം നിങ്ങളെ ചുമക്കാനുള്ളൊരു ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് സ്നേഹത്തോടെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളെ വിളിക്കാനും നിങ്ങളുടെ ആത്മീക ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ ഭൗതിക ജീവിത പുരോഗതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളതിന് നിങ്ങൾക്കായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചർച്ചിൻ്റെ ഫോളോ അപ്പ് വർക്കുകളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ ഈ ധരണത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് കിടക്കാം. യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വിധം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ആമേൻ, അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ആമേൻ. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി. ബൈബിൾ നമ്മളോട് ഇങ്ങനെയാണ് അടുത്ത വാക്ക് പറയുന്നത്, കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ഒരാമേൻ പറയണം. കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ആമേൻ. ഇനി അടുത്ത വാക്ക് അയൽക്കാരും. മുമ്പേ അവനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നവൻ എന്നുള്ള പേരല്ല അവിടെ കൊടുത്തേക്കുന്നത്. ഇരക്കുന്നവനായി കണ്ടവരും. ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെന്ന് പറഞ്ഞു. ദൈവമേ നന്ദി. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. ഓ താങ്ക് യു ലോർഡ്. എത്ര ഹൃദ്യമായി ഹൃദയത്തിലേക്ക് ഇങ്ങനെ സ്നേഹം തുളുമ്പി വരുന്ന വിധത്തിലുള്ളതായ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ. കർത്താവിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൈയൊഴിയുന്ന ചില സമയങ്ങൾ വരും. നമ്മളെ ഏറ്റവും കരുതുമെന്ന് കരുതുന്ന ആൾക്കാർ നമ്മൾ ഇനിയും അവരാൽ കരുതപ്പെടേണ്ട എന്ന തീരുമാനം നമ്മുടെ മേൽ എടുക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിന് പല കാരണങ്ങളാണുള്ളത്. സമ്പത്ത് കുറയുമ്പോൾ സമൂഹം ഒരുവനെ കൈയൊഴിയും. ആരോഗ്യം നശിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ
തങ്ങളുടെ ഒപ്പമുള്ളവരെ കൈവിടും. എന്നും കാണുന്നവർ വല്ലപ്പോഴും കാണാൻ വരും. എപ്പോഴും ചിരിച്ചിരുന്നവർ ആ ചിരി 10 വെട്ടിക്കുറച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കും. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ക്ലാസ് റൂമിൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് ഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ അധ്യാപകർ ചേർത്ത് പിടിക്കും. അവർ ചിന്തിക്കുന്ന നിലയോളം പ്രാപ്തനല്ലാത്തൊരു കുഞ്ഞിനെ അധ്യാപകർ കൈയൊഴിയും. നീയൊന്നും പഠിക്കാത്തവനാണെന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും എന്നൊക്കെയുള്ള ധാരണയോടെ അവരത്തരം തലമുറകളെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുക്കിക്കളയും. ബലമില്ലാത്തതിൻ്റെ പേരിൽ പലരും സമൂഹത്തിൽ പല കാരണങ്ങളാൽ ഏതൊക്കെയോ കോണിലേക്ക് ഒതുക്കപ്പെട്ടു പോകും. സാമർഥ്യമുള്ളവൻ, കരുത്തുള്ളവൻ, കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ എന്ന നിലയിൽ കുറച്ച് പേർ എല്ലാവരുടെയും ക്യൂ തെറ്റിച്ച് അതിക്രമിച്ച് മുന്നേ കയറി കാര്യം കണ്ടിട്ട് ഇറങ്ങിപ്പോകും. അപ്പോഴും ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവർ, കൃത്യമായിട്ട് ഇങ്ങനെ നിന്നാൽ എൻ്റെ കാര്യം നടക്കുമെന്ന് കരുതുന്നവർ, പിടിപാടുള്ള മറ്റുള്ളവരുടെ അമിത സ്വാധീനത്തിൻ്റെ മുമ്പിൽ തങ്ങൾ പിന്തള്ളപ്പെടുന്നതിൻ്റെ വേദനയിൽ മാനസികമായി ഞരങ്ങി പുറകോട്ട് മാറിപ്പോകും. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് പ്രതിവിധി? എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള ചോദ്യം എല്ലാവർക്കും ദൈവത്തോടുണ്ടാകും. പ്രാർത്ഥന മറുപടികൾ മാത്രം വേണ്ട ഒരു സംവിധാനമല്ല, ആവലാതികൾ പറയാനുള്ളൊരിടം കൂടെയാണ്, പരാതി പെട്ടി കൂടെയാണ്, പരിഭവങ്ങൾ പറയാനുള്ള ഒരു ഇടം കൂടെയാണ്. അവിടെ മറ്റുള്ളവർ നമുക്ക് ചെയ്ത ദ്രോഹങ്ങളുടെ പേരിലുള്ള വല്ലാത്ത നിലവിളികൾ നമ്മൾ അമിതമായി ദൈവത്തോട് പറയും. നീതിപൂർവമായി ഏകദേശമൊക്കെ ഞാൻ ജീവിക്കുന്നു എന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യമുള്ളവർ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തോട് കർശനമായിട്ട് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ലെന്നറിയാം, എന്നാലും ചോദിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. എല്ലാറ്റിനും മറുപടി പ്രതീക്ഷിച്ചിട്ടല്ല ചോദിക്കുന്നത്. അത്രയും വേദന ഉള്ളിൽ നിന്ന് കുറയുമല്ലോ എന്നുള്ളൊരു ധാരണയുടെ പേരിലാണ് എല്ലാവരും ചോദിക്കുന്നത്. നല്ല വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ ബന്ധുക്കളുടെ നടുവിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിൻ്റെ വേദന. ഹല്ലേലൂയ. മറ്റുള്ളവരോളം മഹത്വമില്ലാത്തതിൻ്റെ പേരിൽ ജന്മം കൊണ്ട് കിട്ടിയ പദവികളെ പുറങ്കാലിനടിച്ചു മാറ്റി നിർത്തി കൂടപ്പറപ്പുകൾ, പ്രിയപ്പെട്ടവരെ പലരെയും പടിക്ക് പുറത്ത് നിർത്തിയിട്ട് തങ്ങളുടെ പ്രാപ്തിക്കൊത്തവിധമുള്ളവരോട് ചേർന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ എന്നെ അവരൊഴിവാക്കി എന്നതിൻ്റെ വേദനയിൽ ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിൽ കിടന്ന് തലതല്ലുന്ന ഒത്തിരി മനുഷ്യരുടെ കണ്ണുനീരുകളെ തുടച്ചൊരു പാസ്റ്ററാണ് ഞാൻ. ഇതെല്ലാം ഈ ജീവിതത്തിൻ്റെ ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങളായി നിൽക്കുമ്പോൾ ഇതിനൊക്കെ എന്താണൊരു പോംവഴി എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പോയൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ നിൻ്റെ തുപ്പലിച്ചിര പരട്ടാൻ നീ വരണേ. സ്തോത്രം. നിൻ്റെ തുപ്പലുമായി നീ ഒന്ന് വരണേ. വന്നിട്ട് അവരുടെ അടഞ്ഞുപോയ ജീവിത മണ്ഡലത്തെ നിൻ്റെ വചനദ്രാവകത്തിൻ്റെ വിശുദ്ധ ലേപം പുരട്ടി ഒരിക്കലും തിമിരാന്തതകൾ പടരാത്ത വിധം തുറക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന പലർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ആൻസർ? ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവ് വരും. മധ്യാകാശത്തിൽ വരും, അത് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം. പക്ഷേ വല്ലാതെ ഉള്ളുപൊള്ളുകയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം നോവുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൻ്റെ തൊട്ടരികത്ത് വന്ന് നിൽക്കുന്നൊരു പരിപാടി എൻ്റെ യേശുവിനുണ്ട്. ഉണ്ട്. ഇന്ന് പകലും അതുണ്ട്. ഇതവൻ്റെ കടന്നുവരവിൻ്റെ ദിവസം തന്നെയാണ്. അവൻ്റെ വിരലുകൾ വെറുതെ ഇരിക്കുന്നില്ല. താങ്ക് യു ജീസസ്. മൃദുലമായൊരു തമ്പുരുവിൻ്റെ തന്ത്രികളിലേക്ക് മികവുറ്റൊരു സംഗീതജ്ഞൻ തൻ്റെ വിരലുകളെ ചലിപ്പിക്കുന്നത് പോലെ തകർന്നവൻ്റെ ജീവിതത്തിലെ അറ്റുപോയ രാഗങ്ങളെ പിന്നെയും പുനരാവിഷ്കരിക്കാൻ യേശുവിൻ്റെ അത്ഭുത വിരലുകൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സമയങ്ങൾ ഇനിയുമുണ്ട്. അത് കടന്നു വരിക തന്നെ ചെയ്യും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശു വന്നു, കുരുടത ബാധിച്ചവൻ്റെ ജീവിതത്തിൻ്റെ അരികത്തിരുന്നു. ഇതുവരെയുള്ളതെന്നും അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതാണ് ലോകമെന്നാണ് കരുതുന്നത്. പക്ഷേ ആദ്യമായി മിഴി തുറക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകളുണ്ട്.
ജന്മനാ അന്ധരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സർജറി കഴിഞ്ഞിട്ട് അവരുടെ കവറിങ് മാറ്റുന്ന സമയത്ത് ആദ്യമായി അവരുടെ അമ്മയെ കാണാൻ ആ കുഞ്ഞുങ്ങളുടെ തൊട്ട് മുമ്പിൽ ഡോക്ടേഴ്സ് കൊണ്ടുവന്ന് മാതാപിതാക്കളെ നിർത്തുന്ന മനോഹരമായ ചില രംഗങ്ങളുണ്ട്. ആദ്യമായി ആ മൂടി അഴിച്ചിട്ട് കണ്ണ് തുറന്ന് അതിലേക്ക് പ്രകാശം ഇരച്ചു കയറുമ്പോൾ ആ സുന്ദരമായ കുഞ്ഞു കണ്ണുകൾ കൊണ്ട് ഇത്രയും കാലം എൻ്റെ കണ്ണ് കണ്ടില്ലേലും എൻ്റെ പൈതലിൻ്റെ കണ്ണ് കാണണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച നിറകണ്ണുകളോടെ നിൽക്കുന്ന തങ്ങളുടെ മാതാപിതാവിൻ്റെ മുഖം കണ്ട് മിഴി തുറന്ന് ചിരിക്കുന്നൊരു കുഞ്ഞിനെ, ആദ്യമായി താൻ തേടിയ ഒരു മുഖം കാണുന്നതിൻ്റെ സുഹൃതം അനുഭവിക്കുന്ന ഒരു പൈതലിൻ്റെ സന്തോഷം ഇന്ന് വളരെ സുലഭമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. യേശു കൂടെയുണ്ട്, പക്ഷെ അവനെ കണ്ടിട്ടില്ല. ഹലോ, കർത്താവ് അരികത്തുണ്ട്, വാരിത്തരുന്നുണ്ട്, ചേർത്തു പിടിക്കുന്നുണ്ട്, തലോടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറഞ്ഞേ, കാണാൻ ഭാഗത്തിൽ കണ്ണ് തുറക്കും. ചോദിക്കുകയാണ് ശിഷ്യന്മാർ, ഈ മുടിഞ്ഞ ഗതികേട് ഇവന് വരാൻ കാരണമായി ഇവനോ ഇവൻ്റെ പൂർവികരോ ശാപകരമായ ചില കാര്യങ്ങൾ ചെയ്തതല്ലേ കർത്താവേ? സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ അർത്ഥം ശാപങ്ങളില്ലെന്നല്ല. പക്ഷേ യേശു ഇവിടെ പറയുന്നു, എല്ലാ രോഗങ്ങളും എല്ലാ ജനിതക വൈകല്യങ്ങളും ശാപങ്ങളല്ല. പിന്നെ എന്തിനാണത്? ഉത്തരം ഇവിടെ ലളിതമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അഗ്നി പടരുവാനാണ് ദൈവം അതിനെ ഒരുക്കി വച്ചിരിക്കുന്നത്. ദൈവമഹത്വത്തിൻ്റെ ജ്വാല മറ്റുള്ളവർ കാണാനാണ് ദൈവം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ വൈകല്യം, നിങ്ങളുടെ ഇന്നത്തെ ഇല്ലായ്മ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം അതൊരു ശാപമായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന് പകൽ നമുക്കൊന്ന് യേശുവിൻ്റെ കാഴ്ചപ്പാടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇതൊരു ശാപമല്ല, ഇതൊരു പോരാട്ടമല്ല, ഇതൊരു മഹത്വം പിറക്കാനുള്ള വേദിയാണ്. ഇത് ദൈവമഹത്വം വരാനുള്ളൊരു സാഹചര്യമാണ്. ഹല്ലേലൂയ! എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ പിശാച് തോറ്റുപോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ പുറകിലെ മൂലകാരണം, അതിൻ്റെ സോഴ്സ് ഒരു ഭൂതാത്മാവാണെന്ന് പറയുമ്പോൾ പിശാച് അവിടെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഉള്ള സാമ്പത്തിക നഷ്ടം, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സങ്കടങ്ങൾ, നിങ്ങളുടെ ദേഹത്തെ ഒരു രോഗം, നിങ്ങളുടെ കയ്യിലെ ധനമില്ലായ്മ, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം അവസരങ്ങൾ അടയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാരണം ഇതൊരു ദുരാത്മ പ്രവർത്തനമെന്നാണ്. സാത്താനും അത് തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഹീറോ ആയി നിൽക്കുന്നുവെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നത് സാത്താൻ കേൾക്കാൻ കൊതിക്കുന്നുണ്ട്. ഞാൻ പറയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഇനി നമ്മളത് പറയില്ല. നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രഭാവലയം ഒരു ദുഷ്ടാത്മാവിന് നമ്മളിനി തീറെഴുതി കൊടുക്കത്തില്ല. റാമാന ഹംഷ രഹൽ കനാഥന. കൈമേൽ ചങ്ങല കിടക്കുമ്പോഴും കാലുകളിൽ ചങ്ങല കിടക്കുമ്പോഴും പൂട്ടപ്പെട്ട തടവറയുടെ അകത്ത് കിടക്കുമ്പോഴും പുതയ്ക്കാൻ പുതപ്പില്ലാത്തപ്പോഴും അതിതീവ്രമായ തണുപ്പത്ത് കിടന്ന് വിറയ്ക്കുമ്പോഴും പൗലോസ് പറഞ്ഞു, ഇത് ബന്ധനമെന്നല്ല, എനിക്ക് ഭവിഷ്യത്തൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എന്റെ ചങ്ങലകൾ എന്റെ മഹത്വമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ചേഞ്ച് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ഭാഷയെ മാറ്റുക. നിങ്ങളുടെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടുന്നത് ബന്ധനങ്ങളുടെ എണ്ണമല്ല, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ശബ്ദമാണ്, നിങ്ങളുടെ നാവാണ്. അതിലൂടെ നിങ്ങൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പദപ്രയോഗങ്ങളാണ്. ആമേൻ. വിടുതലിൻ്റെ ആദ്യത്തെ സാഹചര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ വാക്കുകളായി വരുന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതം അനുഗ്രഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്താൽ മാനിക്കപ്പെടാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെൻ്റെ കഥയുടെ അവസാനത്തെ സാഹചര്യമല്ല, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ അല്ല. ഇപ്പോൾ കാണുന്ന സീൻ മാറാൻ വിത്തിൻ സെക്കൻഡുകൾ മതി. ദൈവം ഏറ്റവും നല്ലത്, എനിക്ക് വേണ്ടി ഏറ്റവും മികച്ചത് അടുത്ത അധ്യായമായി എഴുതുകയാണ്. ദൈവത്തിൻ്റെ പേന എൻ്റെ പേരിൻ്റെ കാര്യത്തിൽ താത്തുവെക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ തൂലിക എന്റെ ജീവിതം മനോഹരമാക്കുന്ന ആ കാവ്യം എഴുതുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല. യേശു നല്ലത് എഴുതുന്നു.
യേശുവിൻ്റെ അരികിൽ ഒരിക്കൽ ഒരു പെൺകുട്ടിയെ ഓടിച്ചുകൊണ്ട് വന്നു. ഇച്ചിരി പോളി നിന്നതിന്. യേശുവിൻ്റെ അടുക്കൽ ഒരിക്കലൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു. പുറകിലിരിക്കുന്നവർക്ക് നന്നായിട്ട് കേൾക്കാവോ ഗിരീഷ് ബ്രദറെ? കൂട്ടിക്കൊണ്ട് വന്നു. മാസ്റ്റർ കൂട്ടണ്ടേ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യേശുവിനോട് അവർ പറഞ്ഞു, അരുതാത്തൊരു കാര്യത്തിൽ ഇവൾ പിടിക്കപ്പെട്ടവളാണ്. ഇവളെ കൊല്ലണമെന്നതാണ് ന്യായപ്രമാണത്തിൽ മോശ എഴുതിയിരിക്കുന്നത്. പെണ്ണിനെ കൊല്ലണമെന്നതിനേക്കാൾ യേശുവിനെ വെട്ടിലാക്കണമെന്നുള്ളതാണ് ഇവരുടെ താല്പര്യം. എന്താ അവിടുത്തെ പ്രശ്നം? കൊല്ലണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പറയുന്നത് പോലെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് നീ പാപിയുടെ രക്ഷകനാണെന്ന് പറഞ്ഞ് ഇവിടെ പരസ്യയോഗത്തിന് ഇറങ്ങിയേക്കല്ലെന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? പാപിനിയായ സ്ത്രീയെ കല്ലെറിയൂ എന്ന് യേശു ലൈസൻസ് കൊടുത്താൽ നാളെ മുതൽ ഞാൻ പാപിയുടെ രക്ഷകനാണെന്ന് യേശുവിന് അവിടെ പറയാൻ പറ്റാതാകും. രണ്ടാമത്, അവളെ കല്ലെറിയണ്ടെന്ന് പറഞ്ഞാലോ നീ നീതിയില്ലാത്തവനും ന്യായപ്രമാണം അനുസരിക്കാത്തവനാണെന്നും പറയും. വചനവിരുദ്ധമായത് ചെയ്യുന്നവനെന്നുള്ള ഖ്യാതി യേശുവിൻ്റെ മേൽ വീഴും. അപ്പോൾ എന്ത് ചെയ്യണം? കൊല്ലാനും പറയാൻ പറ്റത്തില്ല, കൊല്ലരുതെന്ന് പറയാനും പറ്റത്തില്ല, തിന്നരുതെന്നും പറയാൻ പറ്റത്തില്ല, തിന്നൂന്ന് പറയാനും പറ്റത്തില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ യേശുവിനെ ആശയക്കുഴപ്പത്തിലാക്കണം. ബൈബിൾ പറയുന്നു, യേശു നിലത്തെ എഴുതി. നിങ്ങളുടെ കഥ ദൈവം എഴുതി തീർത്തിട്ടില്ല. നിങ്ങളുടെ ലൈഫിൻ്റെ ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് അല്ല. ആമേൻ. നിങ്ങളുടെ ഈ സീസൺ ഇങ്ങനെ മുടിഞ്ഞവസാനിക്കുമെന്നുള്ള ചിന്ത എടുത്ത വേസ്റ്റ് ബോക്സിലോട്ട് ഇട്ടേരെ. കർത്താവ് ചിലത് വ്യത്യസ്തമായി ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വ്യത്യസ്തമായി, ലോകത്താരും കാണാത്ത വിധത്തിലുള്ള ഒരു ഉജ്ജ്വല മറുപടിയായി നിങ്ങളുടെ കാര്യത്തിന് മേൽ വെളിപ്പെടാൻ നേരമായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. മോളെ, ദൈവം നിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആൻറ്റി, നിങ്ങളുടെ കാര്യം കർത്താവ് എഴുതി തീർത്തിട്ടില്ല. സിസ്റ്റർ, നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല വരി ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ വരികളാണ് പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം അത് പൂർത്തീകരിക്കും. ഇപ്പോഴത്തെ അപശകുനം പിരിച്ച കെട്ടകാലത്തിൻ്റെ ഈ ദുഷിച്ച കാഴ്ചകൾ ഉടനെ അവസാനിക്കും. അന്തസ്സോടെ ദൈവം തന്നെ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു മനോഹര നേരത്ത് നിങ്ങളുടെ ജീവിതം ആടി പൂത്തുല്ലസിക്കാൻ പോകുകയാണ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. വണ്ടർഫുൾ ലോർഡ്. നന്ദി യേശുവേ. എല്ലാവരും പറഞ്ഞേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നിലത്ത് യേശു എഴുതി. എന്നതാ എഴുതിയത്? എന്താ കർത്താവ് എഴുതിയത്? ആദ്യം യേശു എഴുതിയതൊക്കെ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ വായിക്കാം. ഓക്കെ? ഈ പേപ്പറിൽ എഴുതിയതൊക്കെ ഒന്ന് വായിക്കും, പിന്നെ നിലത്തെഴുതി വായിക്കാൻ പഠിപ്പിക്കാം. ഓക്കെ? യേശു നിലത്തെഴുതി. ലോകം പൂർത്തിയാക്കാൻ എഴുതിയൊരു നിയമം, അവളുടെ മേൽ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന വിധി കർത്താവെന്ന ഉന്നത ന്യായാധിപൻ റദ്ദ് ചെയ്തു. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ദൂത് നിന്നോട് പറയാം. നിൻ്റെ പേരിലുള്ള ചിലരുടെ കുറ്റാരോപണങ്ങളുടെ ഫൈനൽ ഡേ ആണിത്. നിനക്ക് മീതെ ഇരഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുന്ന ചില നാണക്കേടുകൾക്ക് തമ്പുരാൻ അവധി വെച്ചതിൻ്റെ അവസാന ദിവസത്തിലാണ് ഇന്ന് നീ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത്. ചില വല്ലാത്ത നിന്ദകളെ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതുകളയുന്ന, കാട്ടത്തിയെ ശപിച്ചു കളഞ്ഞത്, അത്തിയെ ശപിച്ചത് ഉണങ്ങിപ്പോയതുപോലെ നിന്റെ ജീവിതത്തിൽ തലപൊക്കി നിൽക്കുന്ന ചില ആരോപണങ്ങളെ ദൈവം ശാസിക്കുന്ന, അത് വേരോടെ തൽക്ഷണം ഉണങ്ങിപ്പോകുന്ന ആ വലിയ ദൈവ പ്രവൃത്തിയുടെ അത്ഭുത നേരമാണിത്. നിന്റെ കുടുംബം നാറുമെന്നും നിന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമാകുമെന്നും ദേശത്ത് നിന്നെ ഒരു വല്ലാത്ത കോലത്തിലാക്കി തീർക്കുമെന്നുമുള്ള
ചിലരുടെ ചിന്തകൾ ഇന്ന് വെറും കല്ലുകൾ പോലെ താഴെ വീഴാൻ പോവുകയാണ്. എറിയാനെടുത്ത് കയ്യിൽ ഉന്നം പിടിച്ച് നിൽക്കുന്ന വലിപ്പമുള്ള ഒരു കരിങ്കല്ല് കഷ്ണത്തെ ഒരു പട്ടിയെ എറിയാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ എടുത്തവന്റെ കൈയുടെ കാച്ചോട്ടി തന്നെ ഇട്ടിട്ടവൻ തിരിച്ചു പോയതുപോലെ ദൈവത്തിന്റെ പ്രകടിതമായ ഉത്തരങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിന് നേരെ കയറി വരുന്ന വല്ലാത്ത ചില പ്രശ്നങ്ങളെ തമ്പുരാൻ ഇന്നതിനെ മുനയൊടിച്ച് കളയുകയാണ്. ചില കുടുംബങ്ങളുടെ വല്ലാത്ത അന്തരീക്ഷങ്ങൾക്കകത്തേക്ക് ഞാൻ ഈ പറയുന്ന ദൂതൊരു ചാറ്റുളി പോലെ തറച്ചു കയറുന്നുണ്ട്. ഇത് വിരസമായി പോകുന്നില്ല. ഇതിന്റെ ഒരൊറ്റ വാക്കുകൾ പോലും ആർക്കും വേണ്ടാതെ ഇവിടെ പോകുന്നില്ല. ഞാൻ പ്രഖ്യാപിക്കുന്ന സകല വചനങ്ങളും അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ, ഒന്നുപോലും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ഒന്നെനിക്കറിയാം, ദൈവം വിളമ്പാൻ തുടങ്ങിയിരിക്കുന്നു, ദൈവം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ചില വലിയ മാറ്റങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ പലരും കാണത്തക്ക വിധം അത് ചെയ്യാൻ പോകുകയാണ്. ചിലർ ചോദിക്കും, ഇവനാ പഴയ ആളല്ലേ? അല്ല എന്ന് ചിലർ പറയും. പക്ഷെ നിന്റെ വാക്ക് അത് ഞാൻ തന്നെയായിരുന്നു. യേശുവിനെ തൊട്ടു, ദൈവത്തിന്റെ കൈവിരലിനെ സ്പർശിച്ചു. ഈ വിധത്തിൽ ഒരു അത്ഭുത മാറ്റത്തിന്റെ സാക്ഷ്യവുമായി ദൈവം നിന്നെ ഈ കാലഘട്ടത്തിന്റെ നടുവിൽ, നിന്റെ ദേശത്തിന്റെ നടുവിൽ, നിന്നെ അറിയുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഒരു അത്ഭുതമായി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ ലോർഡ്, ഇനി ഒരു സംഭവം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം. ഇത് പിടിക്കണം ഈ സാധനം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആമേൻ. യോഹന്നാൻ ആദ്യ അധ്യായത്തിൽ പറഞ്ഞു, വചനമായ ക്രിസ്തു, വചനമായ യേശു എന്ന ദൈവപുത്രൻ മനുഷ്യരുടെ ജീവനും വെളിച്ചവുമാണ്. പക്ഷേ ലോകം അതറിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോസ്തലൻ എഴുതി, അതവർ അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. പക്ഷെ അതവർ അറിഞ്ഞില്ല. ആരും അറിയാത്ത ഒരു മഹത്തരമായ വലിയ വെളിപ്പാട്, ആരും കണ്ടെത്താത്ത, ലോകം അറിയേണ്ടതായ വലിയൊരു ദൈവീക കാര്യം ദൈവത്തിനത് പരസ്യപ്പെടുത്തണം. ആമേൻ. ഇത് പരസ്യപ്പെടുത്താൻ ദൈവം തെരഞ്ഞെടുത്തത് മോശയെ പോലുള്ളൊരു വ്യക്തിയല്ല, അബ്രഹാമിനെ പോലുള്ളൊരു വിശ്വാസ വീരനെയല്ല, ദാവീദിനെ പോലെയുള്ളതിന്റെ ഹൃദയപ്രകാരമുള്ളൊരു പുരുഷനെയല്ല, ശലോമോനെ പോലെയുള്ളൊരു ജ്ഞാനിയല്ല, ഏലിയാവിനെ പോലെയുള്ളൊരു അഭിഷക്തനെയല്ല. പ്രൈസ് ദി ലോർഡ്. യോശുവയെ പോലുള്ളൊരു വാഗ്ദത്ത തലമുറയല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാപുരോഹിതനെ ദൈവം ഈ കാര്യം വെളിപ്പെടുത്താൻ വിളിച്ചില്ല. ദൈവത്തിന്റെ ഈ മഹാദർശനം, യേശു ലോക വെളിച്ചം എന്നുള്ള വലിയ ദൂത്, മാനവ ലോകത്തിന് വിളംബരം ചെയ്യാനുള്ള ജന്മനിയോഗം, ശപിക്കപ്പെട്ടവനെന്ന പേരിൽ പെരുവഴിയുടെ ഏതോ കോണിൽ നായ്ക്കൾ കിടക്കുന്നയിടത്ത് സമൂഹം തൊഴിച്ചെറിഞ്ഞൊരുവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് യേശു അവന്റെ കണ്ണിൽ തന്റെ തുപ്പല് കുഴിച്ചു തേച്ച് കർത്താവ് അത് വെളിപ്പെടുത്തി അവന്റെ കണ്ണു തുറന്നിട്ട്, I am the light of the world, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. അബ്രഹാം വെളിപ്പെടുത്താത്ത സാക്ഷ്യം, മോശ പറയാത്ത ദൂത്, ദാവീദ് എഴുതാത്ത സങ്കീർത്തനം, പെരുവഴിയിലെ യാചകരെ കൊണ്ട് യേശു അത് തെളിയിക്കുന്നു. നിന്റെ കഷ്ടകാലം ഒരു വെളിപ്പാടായി പുനർജനിക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ ബന്ധനമെന്ന് നീ പറയുന്നത് ഒരു വലിയ ദൈവ മഹത്വമായി പുനർജനിക്കാൻ പോകുന്നു. ഗതികേടെന്ന് നീ പറയുന്നത് ഒരു വലിയ ദൈവ കൃപയായി തിരിച്ചു വരാൻ പോകുന്നു. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളെ തൊട്ടുകൊണ്ട് പറയുന്നു, നിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ്, അതിനെ പലരും പല ലേബലിൽ വിളിക്കുന്നുണ്ടാകാം, പലരും അതിന് പല എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ടാകാം.
പക്ഷെ ഞാൻ പറയുന്നു, ഇത് എൻ്റെ മഹത്വം ദേശങ്ങൾ കാണത്തക്ക വിധം, എൻ്റെ മഹത്വം രാജ്യങ്ങൾ അറിയത്തക്ക വിധം, എൻ്റെ മഹത്വം ജനതകൾ തിരിച്ചറിയത്തക്ക വിധം, അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ വെളിപ്പെടുത്താൻ എനിക്കൊരു കുടുംബത്തെ വേണം, എനിക്കൊരു മനുഷ്യനെ വേണം, എനിക്കൊരു തലമുറയെ വേണം, എനിക്കൊരു തകർക്കപ്പെട്ടവനെ വേണം, എനിക്കൊരു തകർക്കപ്പെട്ടവളെ വേണം. നീയാണ് ആ വ്യക്തി, നിന്റെ കുടുംബമാണ് അതിന് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വെളിപ്പെടുകയാണ്. ശാപമെന്ന് പറഞ്ഞത് തോറ്റുപോകുന്നു, അത് മഹത്വമായി തീരുന്നു. പിശാചെന്ന് പറഞ്ഞത് തകർന്നു പോകുന്നു, പരിശുദ്ധാത്മാവ് അതിന് മേൽ ഇടപെടുന്നു. അതേ, ശാപങ്ങൾ മാറുന്നു, ശപിക്കപ്പെട്ടത് മാറുന്നു, ബന്ധനമെന്നത് മാറുന്നു, മഹത്വം രംഗത്തേക്ക് വരികയാ. Oh Lord, hallelujah. Oh Jesus, 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 hallelujah, hallelujah. Hallelujah, 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 hallelujah. അന്തരീക്ഷം മാറുന്നു, അന്തരീക്ഷം മാറുന്നു, അന്തരീക്ഷം ചേഞ്ച് ആകുന്നു, അന്തരീക്ഷം ചേഞ്ച് ആകുന്നു, അന്തരീക്ഷം ചേഞ്ച് ആകുന്നു. നിന്റെ ലൈഫിൽ പിശാചെന്ന് പറഞ്ഞതൊക്കെ ദൈവപ്രവൃത്തിയുടെ പുതിയ ലേബലിൽ, ദൈവപ്രവൃത്തിയുടെ പുതിയ ലേബലിൽ സ്വർഗം അതിനെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. സാത്താൻ മുദ്രവെച്ച പല വിഷയങ്ങളും സ്വർഗം അതിനെ അഴിച്ചിട്ട് തൻ്റെ സീല് പതിപ്പിച്ച് രംഗത്തിറക്കാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതാരോടുള്ള ദൈവാലോചനയാണ്? ഇതേത് കുടുംബത്തിൻ്റെ ഭാവിയാണ് ഞാൻ പറയുന്നത്? ഇതേത് ദേശത്തെ ഫാമിലിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. നിൻ്റേതാണോ ഇത്? നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് നിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ആ സ്ഥിരീകരണം കിട്ടുന്നുണ്ടോ? എങ്കിൽ ക്ലെയിം ചെയ്യുക, യെസ്, ഇതെന്നെക്കുറിച്ചാണ്, ഇതെൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്, ഇതെൻ്റെ തലമുറകളെക്കുറിച്ചാണ്, ഇത് മറ്റൊരാളെക്കുറിച്ചല്ല, ഇതെന്നെക്കുറിച്ച് ദൈവം പറയുന്നതാണ്. യെസ്, യെസ്, യെസ്. സ്ഥിരീകരണങ്ങളുണ്ടാകട്ടെ, സ്ഥിരീകരണങ്ങളുണ്ടാകട്ടെ. വിശ്വാസത്താൽ അതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാനുള്ള ധൈര്യം ഇന്ന് പകലുണ്ടാകട്ടെ. വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണങ്ങളുണ്ടാകട്ടെ. ഓ റബ ഷഠ റബ ഹസഠലദിയ. ഓ mighty name of Jesus. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളതൊരു നല്ല ഭംഗിവാക്കായി ചിന്തിച്ചേനെ. പക്ഷേ കുരുടൻ്റെ കണ്ണ് തുറന്നിട്ട് ഇരുന്നുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ ലൈഫിനെ മാറ്റിയിട്ട് യേശു ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്കതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറയുന്നത് കർത്താവ് തെളിയിച്ച് കാണിക്കുക. ആരാ യേശു? തെളിയിക്കപ്പെടേണ്ട സമയമായി, തെളിയിക്കപ്പെടേണ്ട സമയമായി. ചെങ്ങന്നൂരും കോഴഞ്ചേരിയിലും പേരൂരും താഴത്തങ്ങാടിയിലും ഏറ്റുമാനൂരും കോഴിക്കോടും ഇത് തെളിയിക്കപ്പെടേണ്ട നേരമായി. ഇത് മൈക്ക് കെട്ടിയല്ല വിളിച്ചു പറയാൻ പോകുന്നത്. ഗതികേടിൻ്റെ അങ്ങേയറ്റം സഹിച്ചു മടുത്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ തമ്പുരാൻ വന്ന് നിന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ രാശിചക്രം തിരിച്ചു മാറ്റിയിട്ട എൻ്റെ കർത്താവ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. തെളിയിക്കപ്പെടാൻ പോകുക ചില കാര്യങ്ങൾ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. ഇത് പാപത്തിൻ്റെ പേരിൽ വന്നതല്ല,
ഇത് മാതാപിതാക്കൾ ചെയ്ത ശാപത്തിൻ്റെ പേരിൽ വന്നതല്ല. ഈ വന്ന് കിടക്കുന്നത് അന്ധതയോ ശാപമോ പിശാചോ പൂർവിക ദോഷമോ ഒന്നുമല്ല. ഇത് ദൈവ മഹത്വത്തിന് വേദിയാകാൻ ദൈവം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. ഉടരബലഭ ശംദന ജഗൽഖനാഥന. പരിശ്രമിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടാത്തവരോട്, പല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടും ജീവിതത്തിൽ തലനാരിഴ രക്ഷപ്പെടാത്തവരോട് എനിക്കൊരു ദൂത് പറയാനുണ്ടിന്ന്. ആമേൻ. ഒരു ബ്രാൻഡ് നിന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയാനല്ല, ഒരു സ്ഥാപനം നിന്നെ ഉയർത്തി എന്ന് പറയാനല്ല, ഒരു ജോലി നിനക്ക് കിട്ടിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ല, ഹല്ലേലൂയ, പൂർവിക സ്വത്തിനാൽ രക്ഷപ്പെട്ടു എന്ന് പറയാനല്ല. പകരം യേശു എന്നൊരു പേരുകൊണ്ട് കലങ്ങി മറിഞ്ഞു കിടക്കുന്നൊരു നദി തെളിഞ്ഞു വരുന്നത് പോലെ യേശു ഉള്ളത് കൊണ്ട് തെളിമയാർന്ന് പുറത്തു വന്ന ഒരത്ഭുത ജീവിതമെന്ന് ഒരു സാക്ഷ്യം സൃഷ്ടിപ്പാൻ ദൈവം നിന്റെ സാഹചര്യത്തെ ഒരു വേദിയാകാൻ പോകുകയാണ്. യേശു വന്നു, നിലത്ത് തുപ്പി. യേശു തുപ്പി. പിന്നെയും തുപ്പി. പെരുവഴിയിലെ മണ്ണിനൊരു പ്രശ്നമുണ്ട്. അത് വയലിലെ മണ്ണ് പോലെയല്ല. അത് കുതിരവണ്ടികൾ ഓടിയും കഴുതകൾ നടന്നും മനുഷ്യർ ചവിട്ടിയും ബൂട്ടിട്ട റോമാക്കാരൻ്റെ കാൽ പതിഞ്ഞും അത് തറഞ്ഞു കിടക്കുന്ന മണ്ണാണ്. ഒരാണി അടിച്ചാൽ നിങ്ങളുടെ തുണിയെ സേഫ്റ്റി പിൻ കുത്തുന്നത് പോലെ ആണി താഴില്ല. ആണി ചോദിക്കും, ഇത് കല്ലാണോ തടിയാണോ? അത്രത്തോളം തറഞ്ഞു കിടക്കുന്ന മണ്ണ്. കൂടാതെ അന്ധനായവൻ ഇരുന്ന് നിരങ്ങി ആ മണ്ണിനെ അങ്ങ് തൻ്റെ ഓരോ വേർപ്പ് തുള്ളികൾ കൊണ്ടും ആ മണ്ണിനെ അവൻ ശരിക്കും പശപശപ്പുള്ളതാക്കി മെഴുകി നേരെയാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ അനങ്ങുന്ന മണ്ണല്ല. തറഞ്ഞുപോയ മണ്ണിനെ ഇളക്കുന്നൊരു പ്രവൃത്തി. ഒരു വിത്തിട്ടാൽ കിളിക്കില്ല. ഒരു വിത്തിട്ടാൽ കിളിക്കില്ല. ഒരു സസ്യം അവിടെ വളരില്ല. പേര് മണ്ണെന്ന, പക്ഷേ പച്ചപ്പുള്ളതൊന്നും അവിടെ വേര് പിടിക്കില്ല. അത്രത്തോളം തറഞ്ഞുപോയ മണ്ണിലേക്കാണ് യേശു വന്നിട്ട് തുപ്പുന്നത്. എന്നതാ ദൂത്? മാറാൻ ഒരു വിധത്തിലും സാധ്യതയില്ലാത്ത നിന്റെ അന്തരീക്ഷം, ഒരു വിടുതലിന് യാതൊരുവിധ സാഹചര്യങ്ങളും ഇല്ലാത്ത നിന്റെ തറഞ്ഞുപോയ കുടുംബാന്തരീക്ഷം, സ്വഭാവം മാറത്തില്ലെന്ന് പറഞ്ഞ് നീ എഴുതിത്തള്ളിയ നിന്റെ വീട്ടിലുള്ള ചില പ്രിയപ്പെട്ടവർ, ഒരു കാലത്ത് നേരെയാകില്ലെന്നുള്ള ചിന്തയിൽ നീ ദുഃഖിച്ച് ചിലതിനെയൊക്കെ അവഗണിച്ച് കളഞ്ഞിരിക്കുന്ന നിലയിൽ നീ മാറ്റി നിർത്തിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്ന കല്ലുപോലുള്ളതിനെ മെഴുകുപോലാക്കാൻ ഞാൻ വരുമെന്ന് വാക്കു പറഞ്ഞവൻ, പാറ പോലുള്ളതിനെ ഞാൻ തീയിൽ മെഴുകുരുകുന്നത് പോലെ അതിനെ ഉരുക്കിയെടുക്കാൻ ആഗതനാകുമെന്ന് പ്രവാചകരിലൂടെ ദൂത് പറഞ്ഞവൻ ഇപ്പോൾ ഇതേ വന്നിരിക്കുന്നു. നിലത്ത് തുപ്പി, നിലത്ത് തുപ്പി, നിലത്ത് തുപ്പി, ചേറുണ്ടാക്കി. കണ്ണ് മുറിയാത്ത നിലയിൽ അത് കണ്ണിൽ പുരട്ടണമെങ്കിൽ അത് കുഴമ്പ് പോലെ ആകണം. ആമേൻ. അതിനെ കുഴമ്പ് പോലെയാക്കി. ഇപ്പോൾ യേശുവിൻ്റെ തുപ്പലും
പരിപരുത്ത് കിടന്ന തറയിലെ പൂഴിമണ്ണും അത് രണ്ടും കൂടെ സമ്മേളിച്ചപ്പോൾ അത് കുഴമ്പ് പരുവത്തിലായി. കുഴമ്പ് പരുവത്തിലായി. പറഞ്ഞേ, കുഴമ്പ് പരുവത്തിലായി. കുഴമ്പ് പരുവത്തിലായാൽ സ്വർഗം സജ്ജമാക്കിയ ദ്രാവകം. ആഹാഹാഹാ, സംഗതിയുടെ പോക്ക് പോകുന്ന കണ്ടോ? സ്വർഗം പ്രിപ്പയർ ചെയ്ത ദ്രാവകം അത് വിലപ്പെട്ടതിനെ ഉപയോഗിക്കത്തുള്ളൂ. തൈലവിധിക്കാരൻ്റെ ക്രമപ്രകാരം ഇടിച്ചെടുത്ത് അരിച്ചെടുത്ത് തെളിയൂറ്റി തയ്യാറാക്കിയ വിശുദ്ധ തൈലം ആടിൻ്റെ ചൂരുമണമുള്ള ഇടയച്ചെറുക്കൻ്റെ തലയിലൊഴിച്ച് അവന് നെറ്റിത്തടത്തെ പ്രവാചകൻ ചുംബിച്ചിട്ട് ദൈവം തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ ദ്രാവകം തലയിൽ ഒഴുകപ്പെട്ടവൻ പിന്നീട് ഇടയനല്ല, അവൻ രാജാവ്. രാജാവ്, രാജാവ്, രാജാവ്. തൈലവിധിക്കാരൻ്റെ ക്രമപ്രകാരം സജ്ജമാക്കിയ വിശുദ്ധ തൈലം ഒരുവൻ്റെ തലമേലൊഴിച്ച് അതവൻ്റെ തലയിൽ നിന്നും ഊർധാവിൽ നിന്നും താടിരോമങ്ങൾ വഴി താഴേക്കൊഴുകി അവൻ്റെ സകലം നെഞ്ച് തണിഞ്ഞു വച്ചിരിക്കുന്ന സർവ്വവിധ രത്നങ്ങളെയും അഭിഷേകം ചെയ്യുമ്പോൾ നീ പുരോഹിത അഭിഷേകത്തിൽ ഉൾപ്പെടുന്നവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയുള്ള പ്രവാചകനായ എൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു തരുന്ന നീ എൻ്റെ പ്രവാചക നിയോഗത്തിൻ്റെ അനന്തരാവകാശിയായ എലീശ. ആമേൻ. തലമേൽ ഒഴുകപ്പെടുന്ന അടുത്ത തൈലാഭിഷേകം പ്രാവചനിക അംഗീകാരം. പ്രവാചകൻ 3 അഭിഷേകങ്ങൾ. 1 രാജാവിൻ്റെ അഭിഷേകം, 2 പുരോഹിതാഭിഷേകം, 3 പ്രവാചകാഭിഷേകം. ഈ 3 അഭിഷേകങ്ങൾ വിളങ്ങി നിൽക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ തൈലമല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നേക്കുന്നയാൾ എണ്ണ കൊണ്ട് ശുശ്രൂഷ ചെയ്ത് ഒതുങ്ങാൻ വേണ്ടി വന്നേക്കുന്ന ആളല്ല, അവൻ്റെ ശരീരം കൊടുക്കാൻ വന്നേക്കുന്ന ആളാണ്. അവനവൻ്റെ കണ്ണുനീര് കൊണ്ട് ശുശ്രൂഷ ചെയ്യാനുണ്ട്. അവനവൻ്റെ വിയർപ്പ് കൊണ്ട് ഗെത്സമനിൽ ശുശ്രൂഷ ചെയ്യാനുണ്ട്. അവനവൻ്റെ രക്തം കൊണ്ട് കാൽവറിയിൽ ശുശ്രൂഷ ചെയ്യാനുണ്ട്. ഈ പെരുവഴിയിൽ അവനവൻ്റെ തുപ്പൽ കൊണ്ട് ഏദനിലെ ആദാമിനെ ഉണർത്തിയ കൈകൾ എന്റേതെന്നുള്ള വെളിപ്പാട് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ശുശ്രൂഷ ഈ പെരുവഴിയിൽ ചെയ്യാനുണ്ട്. எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே. எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே. உமனே சிக்கிறே, 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 உமனே சிக்கிறே. என் ஜீவன் நீதானே, என் துதியும் நீதானே. என் ஜீவன் நீதானே, என் துதியும் நீதானே. எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே. எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே. உமனே சிக்கிறே, உமனே சிக்கிறே, உமனே சிக்கிறே, உமனே சிக்கிறே, உமனே சிக்கிறே. உமனே சிக்கிறே, உமனே சிக்கிறே.
കുഴമ്പ് പോലെ ആക്കിയ ആ ദ്രാവകം കുരുടൻ്റെ കണ്ണിൻ്റെ മേൽ പുരട്ടി. ഉൽപ്പത്തിയിലെ ആദ്യ ദിനം പിന്നെയും തുറക്കപ്പെട്ടു. ഒരു ഫയൽ ഓപ്പൺ ആകുകയാണ്. ഒരു ഫയൽ ഓപ്പൺ ആകുക. ഏയ് ലിസൺ മീ. ഒരു ഫയൽ ഓപ്പൺ ആകുക. ഒരു ഫയൽ ഓപ്പൺ ആകുന്നു. പണ്ട് പൂട്ടപ്പെട്ട ഒരു ഫയൽ ഓപ്പൺ ആകുന്നു. ഈ സംഭവം കുറച്ച് കാലങ്ങൾക്ക് പുറകിൽ പൂട്ടപ്പെട്ടതല്ല. അവൻ്റെ അമ്മയുടെ കാലത്ത് പൂട്ടപ്പെട്ട ഫയലല്ല. അവൻ്റെ അപ്പൻ്റെ കാലത്ത് അടഞ്ഞതല്ല. ഇത് ദാവീദിൻ്റെ കാലത്ത് ക്ലോസ്ഡ് ആയ ഫയലല്ല. എലിയാവിൻ്റെയോ എലീശയുടെ കാലത്ത് ക്ലോസ്ഡ് ആയ ഫയലല്ല. മോശയുടെ കാലത്ത് ക്ലോസ് ആയ ഫയലല്ല. പിന്നെയോ ഏദനിലെ ഫയൽ ഓപ്പണായി. ആദാമിൻ്റെ കാലത്തെ ഫയൽ ഓപ്പണായി. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. ആമേൻ. മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കത്തിലേക്ക് ഒരു കുരുടൻ്റെ കാര്യത്തിൽ യേശു തിരിച്ചുപോയി. ഒന്നൂടെ മനുഷ്യൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നോ ഒരു കുരുടൻ്റെ കാര്യത്തിന് പരിഹാരം സൃഷ്ടിക്കാൻ ആദാമിൻ്റെ കാലത്ത് അടഞ്ഞു പോയൊരു ഫയലിലേക്ക് യേശു അവന് വേണ്ടി തിരിച്ചുപോയി. ഏദനിലെ പൊടിമണ്ണ് കൊണ്ട് മനുഷ്യന് ജന്മം നൽകിയ ആ സൃഷ്ടാവായി തന്നെ യേശു അതിനെ റീഓപ്പൺ ചെയ്തു. അവന്റെ കണ്ണിൽ അത് പുരട്ടിക്കൊണ്ട് എന്റെ ദൈവം അവന്റെ ജന്മജോഷത്തെ തീർത്തു കൊടുത്ത് അവനെ കാഴ്ചയുള്ളവനാക്കി. ചിലതിൻ്റെ തുടക്കങ്ങൾ തീർക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ കാലം വരെ പോയാൽ പോരാ. അമ്മയുടെ കാലം വരെ പോയാൽ പോരാ. അമ്മാവൻ്റെയോ വല്യപ്പൻ്റെയോ കാലം വരെ യാത്ര ചെയ്താൽ പോരാ. മുതുമുത്തച്ഛൻ്റെ കാലം വരെ പോയാൽ പോരാ. ആമേൻ. നിന്റെ ഫസ്റ്റ് DNA ദൈവം അഴുകിയ. The first DNA of human being. ആദാമിന്റെ ആദ്യ DNA ദൈവം പോയി തൊട്ടു. അവന്റെ കണ്ണുകളെ യേശു എന്നിട്ട് ഒന്നുകൂടെ തൊട്ടു. ക്ഷണനേരം കൊണ്ട് ഈ പരിപാടികളെല്ലാം നടന്നു. നീ പോക, ശീലോഹം കുളത്തിൽ പോയി കഴുകുക. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഒന്നാമത്തെ വെളിപ്പാട്, ഐ ആം യുവർ ക്രിയേറ്റർ. ഞാനാണ് നിന്റെ സൃഷ്ടാവ്. ആമേൻ. ഈ ദൂത് യേശു അവിടെ വിളംബരം ചെയ്യുന്നു. എന്നതാ കുരുടന്റെ കണ്ണിൽ ചേറ് പുരട്ടിയപ്പോൾ ലോകം കണ്ടത്? കർത്താവ് ഏതോ നാട്ടുവൈദ്യം ഉണ്ടാക്കിയെന്നുള്ളതല്ല, കുറെ മണ്ണ് ചികിത്സ നടത്തിയെന്നുള്ളതല്ല. മണ്ണിൽ മനുഷ്യനെ മെനഞ്ഞ കൈകൾ എൻ്റേത്. ആമേൻ. ഏദന്റെ ഫയൽ ഓപ്പൺ ചെയ്തു. ആദാമിൻ്റെ DNA ദൈവം തുറന്നു. ആ മനുഷ്യനിൽ ദൈവം അതിനെ കംപ്ലീറ്റ് ആക്കി. ഒരാമേൻ പറയണം. തീർന്നോ? തീർന്നില്ല. നമ്പർ 2, മോശയുടെ കാലത്തേക്ക് കർത്താവ് പിന്നെ പോകുന്നു. അവിടെ ഒരു വിഷയം കിടപ്പുണ്ട്. കാഴ്ചക്കാരായി ചുറ്റും കൂടിയിരിക്കുന്ന യഹൂദന്മാർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളുടെ ഗുഡൻസ് മനസ്സിലാവും. ആ വഴി പോയവരാരും മലയാളികളല്ല, കേരളത്തിലോ കർണാടകയിലോ ഉള്ളവരല്ല. യേശു മിനിസ്ട്രി ചെയ്യുമ്പോൾ അതിന് സാക്ഷികളായി അവിടെ നിൽക്കുന്നതൊക്കെ നല്ല 916 ജൂതന്മാരാണ്. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടോന്ന്? ജീസസ് ശ്രദ്ധിച്ച് കേൾക്ക്. യഹൂദനെ മുന്നേ നിർത്തിയ കർത്താവ് ഈ കാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ വെളിപ്പാട്, ഐ ആം യുവർ ക്രിയേറ്റർ. ഞാൻ സൃഷ്ടാവ്. നിലത്ത് തുപ്പി ചേറുണ്ടാക്കുമ്പോൾ രണ്ടാമതൊരു പൂർവിക കാലഘട്ടം അവർ ഓർത്തു. ജോസഫിൻ്റെ കാലത്തിന് ശേഷം മിസ്രൈമിൽ നമ്മൾ ഗതികേടിലായിരുന്നു. അന്ന് നമ്മൾ ചെയ്ത പ്രവൃത്തിയായി ഇപ്പോൾ യേശു ചെയ്യുന്നേ. എന്നത്
അന്ന് നമ്മൾ നിലത്തെ ചേറുണ്ടാക്കി ഇഷ്ടിക പണിയുന്നവരായിരുന്നു. നമ്മുടെ തുടക്കം അങ്ങനായിരുന്നു. ചള്ള കുഴച്ചോണ്ടിരുന്നവന്മാരാ ഇന്ന് ന്യായപ്രമാണം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൂഴിമണ്ണിലും ചേറിലും കിടന്ന് അവിഞ്ഞ് കരഞ്ഞ് ജീവിതം കട്ടച്ചോറായി പോയവന്മാരാ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ള രാജകീയ പ്രൗഢിയിൽ നിന്ന് അഹങ്കരിക്കുന്നത്. അവിടേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇതല്ലേ നീ ചെയ്തിരുന്നത്. ആമേൻ. ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു മനുഷ്യനും ദയ തോന്നാതെ നിലവിളിച്ചും മുടിഞ്ഞു പോയിക്കൊണ്ടിരുന്ന 400 വർഷങ്ങളുടെ കണ്ണുനീര് ഈജിപ്തിന്റെ മണ്ണിൽ വീണ് 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 വിയർപ്പ് വീണ് 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 തുപ്പൽ വീണ് 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 ഒടുവിൽ നിങ്ങളുടെ ചോരക്കുഞ്ഞുങ്ങളുടെ ചോരയും വീണ് ഈജിപ്തിന്റെ മണ്ണ് ചുവന്ന് ചേറ് പോലെ കലങ്ങിയപ്പോൾ മിദ്യാന്യ മരുഭൂമിയിൽ ഒരു പകലിൽ ഞാൻ ഇറങ്ങി വന്നൊരു മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ജനമായ ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓ സ്തോത്രം. ഒരു 16,000 പേര് കൂടുന്ന ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കേണ്ട മെസ്സേജാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ. അന്ന് ആ പൂഴിമണ്ണ് കുഴച്ചോണ്ടിരുന്ന നിന്നെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെടുത്തിയേ. എങ്ങനെ? ആ ചള്ളയ്ക്കകത്തുനിന്ന് ഞാൻ വെള്ളത്തിലോട്ടാണ് ഇറക്കിയേ. ഏത് വെള്ളത്തിൽ? ചെങ്കടലിലെ ഉപ്പുവെള്ളത്തിലോട്ട്. അന്നാ നിന്റെയൊക്കെ അടിമത്തത്തിൻ്റെ അന്ധത മാറിയിട്ട് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയുമായി പിതാക്കന്മാരുടെ ദൈവത്തിന് ജീവനുണ്ടെന്നുള്ള വെളിപ്പാട് നിനക്കൊക്കെ കിട്ടിയത്. പെരുവഴിയിലിരിക്കുന്ന ഒരു കുരുടനെ വിളിച്ചിട്ട് അവരുടെ മുമ്പിലിരുന്ന് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് ആ കുരുടനോട് പോയി കഴുകുക എന്ന് പറയുമ്പോൾ പുറപ്പാടാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. പുറപ്പാടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. മോശയുടെ കാലഘട്ടമാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. മോശയുടെ കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഫസ്റ്റ് അത് ഉൽപ്പത്തിയുടെ ഓർമ്മയാണെങ്കിൽ ഇപ്പോൾ അത് പുറപ്പാടിൽ വന്ന് നിൽക്കുകയാണ്. മണ്ണിൽ കുഴച്ച് ഇഷ്ടികയുണ്ടാക്കി കഷ്ടപ്പെട്ടവനെ ആ ചേറിൽ പണി ചെയ്യുന്നിടത്തു നിന്നും വെള്ളത്തിലോട്ടിറക്കി അവനെ മരുഭൂമിയിലേക്ക് വാഗ്ദത്ത ജനതയായി വിളിച്ചു കയറ്റിയ ഒരു ദൈവ പ്രവൃത്തി യേശുവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്ക് കിട്ടിയ ദൈവകൃപ നീ മറക്കരുത്. ദൈവം നിന്നോട് കാണിച്ച കാരുണ്യം നീ മറക്കരുത്. നീ അത്ര അഹങ്കാരിയായി പോകരുത്. നീ അത്ര നെറുകെട്ടവനായി ഹൃദയത്തിൻ്റെ ആ ഒരു മർക്കട മുഷ്ടിയുമായി കർത്താവിൻ്റെ സന്നിധി നിൽക്കരുത്. എവിടെ നിന്ന് വന്നതാണെന്ന് ഓർത്തുകൊള്ളണം. എവിടെ നിന്ന് നിന്നെ ഉയർത്തിയതാണെന്ന് ഓർത്തോണം. ഏത് അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ നിന്നെ കൈ പിടിച്ചതാണെന്ന് ഓർത്തോണം. എല്ലാം മറന്നുപോയി ഞങ്ങളെല്ലാം തികഞ്ഞവരെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ വന്നിട്ട് ശപിക്കപ്പെട്ടവൻ, മുടിഞ്ഞവൻ, കെട്ടവൻ എന്ന് പറഞ്ഞ് അവർ പുറംകാലിനടിച്ച് മാറ്റിക്കിടത്തിയ ഒരുത്തനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് യേശു ഉൽപ്പത്തി എഴുതി, യേശു പുറപ്പാട് എഴുതി, യേശു ലേവ്യ സംഖ്യയും ആവർത്തനവും അവരെ ഓർമ്മിപ്പിച്ചു. ആവർത്തനത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിന്റെ ഉപദേശിച്ച് തന്നതൊക്കെയും നീ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. നീ ഒരു നാളിത് മറന്നു പോകരുതെന്നുള്ള നിലയിൽ തോറ പറഞ്ഞു കൊടുത്ത ആ ദൈവ പ്രമാണം ഇപ്പോൾ ഇവിടെ യേശു ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുള്ളവൻ കാണാതെ പോയത് കണ്ണില്ലാത്തവനെ അരികിൽ നിർത്തിയിട്ട് യേശു അവൻ്റെ കണ്ണിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മനുഷ്യ, നിന്റെ തുടക്കം ഇതാണ്. ഇസ്രയേലേ, നിന്റെ തുടക്കം ഇതാണ്. എങ്ങനിരിക്കുന്നു? എങ്ങനിരിക്കുന്നു? തീർന്നോ? തീർന്നില്ല. ശക്തനായൊരു കണ്ണുനീരിൻ്റെ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പേര് യെരമ്യാവ്. ഒരു ദിവസം യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവൻ്റെ ആലയിലേക്ക് പോക. എവിടേക്ക് പോകണം?
കുശവൻ്റെ ആലയിലേക്ക് പോവുക. കുശവൻ്റെ ആലയിൽ ചെന്ന് നിൽക്കുന്ന പ്രവാചകൻ ഒരു കാഴ്ച കണ്ടു. അവൻ മണ്ണ് കുഴച്ച് ആദ്യം ഒരു പാത്രം ഉണ്ടാക്കി, അത് തകർന്നുപോയി. രണ്ടാമതവൻ പിന്നെയും മറ്റൊന്നിനെ ഉണ്ടാക്കി. നീ ഇനി പോയി എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക, ഞാനാണ് കുശവൻ, നിന്നെ കുഴച്ചെനിക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ രൂപപ്പെടുത്തിയ കുശവൻ ഞാനാണ്. നീ ഇങ്ങനായത് നിന്റെ കൈമിടുക്കല്ല, എൻ്റെ കൈമിടുക്കാണ്. നീ ഇങ്ങനായത് നിന്റെ സാമർഥ്യമല്ല, ആ ചക്രത്തിൽ നിന്നെ കറകെ രൂപപ്പെടുത്തിയ എൻ്റെ ഹൃദയ താല്പര്യമാണ്. നീ അനുഭവിക്കുന്ന മുഴുവൻ സൗഭാഗ്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. നിലത്ത് ചേറ് കുഴിച്ചുകൊണ്ട് യേശു ഇപ്പോൾ പ്രവാചക കാലഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ ദൂത്, ഞാനാണ് കുശവൻ. ഞാൻ ഒന്നിനെ ഉണ്ടാക്കി വെച്ചാൽ അത് കെട്ട കാര്യത്തിന് വേണ്ടിയല്ല. ആഹാരം കഴിക്കാനുള്ള പാത്രവും കുളിക്കാനുള്ള മഗ്ഗും പാചകം ചെയ്യാനുള്ള ചട്ടിയും ഒരേ കളിമണ്ണിൽ നിന്നുണ്ടാക്കുന്ന പോലെ ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ മഹത്വത്തിനായിരിക്കും, എൻ്റെ ഉപയോഗത്തിനായിരിക്കും. അത് ശാപമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കിഴങ്ങന്മാരായിട്ട് നിങ്ങൾ അവതപ്പതിക്കരുത്. അത് പിശാചാണെന്ന് പറഞ്ഞ് മൂഢന്മാരായി പോകുന്ന ഇളിഭ്യരായി നിങ്ങൾ ഒതുങ്ങരുത്. ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആമേൻ. തീർന്നില്ല. യേശു നിലത്ത് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടുമ്പോൾ ഒരു കാര്യം കർത്താവ് അവിടെ പ്രൂവ് ചെയ്യുക. ജനിച്ചു, വളർന്നു, ഇത്രയുമായി, ഇനി ഒന്നും നടക്കില്ലെന്നുള്ളതായ പ്രകൃതി നിയമം പോലും കർത്താവിൻ്റെ വിരൽ തുമ്പിന് കീഴടങ്ങും. ഏതു മാറ്റവും ഏതു സമയത്തും ഏതു പെരുവഴിയിൽ വെച്ചും ആരെ സാക്ഷിയാക്കിക്കൊണ്ടും നിന്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പാൻ എൻ്റെ വിരലുകൾക്ക് ശക്തിയുണ്ട്. എൻ്റെ വിരലുകൾക്ക് അതിനുള്ള അധികാരമുണ്ട്. വൈകല്യങ്ങൾ മാറട്ടെ, പുതിയ അവയവങ്ങൾ കിളിർക്കട്ടെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു വരട്ടെ. ഈ ദൂതിനാൽ പിന്നെയും ഒരു പുനരാഖ്യാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. മോനെ, ഈ ദൈവാലോചന മാത്രം കട്ട് ചെയ്തിടണം. ഉടാരാപാന